ആരുടെയും നിർബന്ധത്താലല്ല രാഹുലിനെതിരെ നൽകിയ ഗാർഹിക പീഡന പരാതി പിൻവലിക്കുന്നതെന്ന കേസിലെ പരാതിക്കാരി കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ പരാതിയിൽ പറഞ്ഞിരുന്ന ആരോപണങ്ങൾ മെഡിക്കൽ പരിശോധനയിലൂടെ തെളിഞ്ഞിട്ടുള്ളതാണെന്നും അതിനാൽ ആരുടെയെങ്കിലും സമ്മർദ്ദം മൂലമാണ് ഭർത്താവ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്ന് വിശ്വസിക്കാൻ കഴിയില്ലെന്നും പോലീസ് വാദിച്ചു. ആരോപണങ്ങൾ ഗുരുതരമെങ്കിലും പ്രതിയും പരാതിക്കാരിയും ഒന്നിക്കാൻ ശ്രമിച്ചാൽ അത് തടയേണ്ടതുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഒരുമിക്കാൻ ശ്രമിക്കുന്നവരെ പിരിക്കുകയല്ലോ വേണ്ടതെന്നും കോടതി ആരാഞ്ഞു. കോടതിയുടെ നിർദ്ദേശത്തെ പോലീസ് എതിർത്തില്ല. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിൻ്റെ ബേസിസിൽ ഒരു കൗൺസിലിംഗ് വിട്ടേക്കുകയാണ്. സർക്കാർ പറഞ്ഞത് അതിൻ്റെ സീരിയസ്നെസ് ആണ് പറഞ്ഞത്. പക്ഷേ അത് തീരുമാനിക്കേണ്ട കോടതിയാണ്. ഇവരുടെ മൊഴിയാണ്. ഇരുവർക്കും കൗൺസിലിംഗ് നൽകാൻ സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിയെ കോടതി ചുമതലപ്പെടുത്തി. കൗൺസിലിംഗ് റിപ്പോർട്ട് സീൽഡ് കവറിൽ ഓഗസ്റ്റ് 21 സമർപ്പിക്കണം. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് റദ്ദാക്കണമെന്ന രാഹുലിൻ്റെ ഹർജിയിൽ തീരുമാനമെടുക്കാമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അറിയിച്ചു. അതുവരെ പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകി. രാഹുലിനെതിരെ ഗാർഹിക പീഡന പരാതി നൽകിയ എറണാകുളം പറവൂർ സ്വദേശിയായ ഭാര്യ പിന്നീട് പരാതിയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. വീട്ടുകാരുടെ സമ്മർദ്ദം മൂലമാണ് പരാതി നൽകിയതെന്നായിരുന്നു യുവതിയുടെ വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.